ജാതിവെറിയുടെ ബലിയാടായി തീർന്ന കെവിനും നീനുവും വീണ്ടും മലയാളി മനസ്സുകളിൽ ഇടം പിടിക്കുന്നു. ജാതിവെറിയാൽ ദുരഭിമാന കൊലക്കിരയായ കോട്ടയം സ്വദേശി കെവിനെ ജീവന് തുല്യം സ്നേഹിച്ച നീനുവിന്റെ വിലാപവും ഉടനൊന്നും മലയാളികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കെവിന്റെയും നീനുവിന്റെയും ഓർമ്മകൾ നമ്മുടെ എല്ലാം കൺമുൻപിൽ വീണ്ടും തെളിഞ്ഞു വരുന്നു. അതിനു കാരണം മറ്റൊന്നുമല്ല, നീനു വിവാഹിതയായി എന്ന വാർത്ത പ്രചരിച്ചതായിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടെ നീനുവിനെ അനുകൂലിച്ചും എതിർത്തും ധാരാളം വാർത്തകളാണ് ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും പ്രചരിക്കുന്നത്. നീനു വിവാഹിതയായി എന്ന വാർത്ത സത്യം തന്നെ. എന്നാൽ അവർക്കിപ്പോൾ കെവിന്റെ വീട്ടുകാരുമായി അടുപ്പമില്ല. അവരുടെ വിവാഹം നടത്തിക്കൊടുത്തത് കെവിന്റെ അച്ഛനുമല്ല. തന്റെ പ്രിയതമനെ കൊലപ്പെടുത്തിയ വീട്ടുകാർക്കൊപ്പം ഇനി പോകില്ലെന്ന തീരുമാനമെടുത്ത നീനു തുടർ പഠനത്തിനായി പോയത് ബാംഗ്ലൂരിലേക്കായിരുന്നു. ഇടയ്ക്കൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ദുരഭിമാന കൊലകളുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ മലയാളികൾ നീനുവിനെ ഓർക്കുകയും അവൾ എവിടെയെന്ന് അന്വേഷിക്കുകയും ഉണ്ടായിരുന്നു. മലയാളികൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാണ് നീനു. നീനു വിവാഹിതയായി എന്നും അതല്ല സ്വന്തം അച്ഛനും അമ്മയ്ക്കുമൊപ്പം പോയി എന്നും കെവിന്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോയി എന്നിങ്ങനെ പല വാർത്തകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈയിടെ പുറത്തു വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നീനു വിവാഹിതയായെന്നും കെവിന്റെ അച്ഛനാണ് അതിന് മുൻകൈ എടുത്തത് എന്നുമൊക്കെ കണ്ടിരുന്നു. പിന്നാലെ ആ വിഷയത്തിൽ നിരവധി കമന്റുകൾ അനുകൂലമായും പ്രതികൂലമായും വരികയുമുണ്ടായി. കെവിന്റെ അച്ഛൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിശാല മനസ്സിനെ വാഴ്ത്തുന്ന കമന്റുകൾക്കൊപ്പം നീനു പുതിയ ജീവിതം തിരിച്ചെടുത്തതിനെ നിശ്ചിതമായി വിമർശിക്കുന്നവരും ഏറെയാണ്. എന്നാൽ നീനുവിന്റെ കാര്യത്തിൽ ഇതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. മറ്റു പല വിഷയങ്ങളിലും സംഭവിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾക്ക് ഒരടിസ്ഥാനവുമില്ല. നീനു വിവാഹിതയായി എന്നത് സത്യമാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവളുടെ വിവാഹം നടന്നത്. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ അത് നടത്തിക്കൊടുത്തത് കെവിന്റെ വീട്ടുകാരല്ല. കെവിന്റെ കുടുംബവുമായി നീനു ഇപ്പോൾ ഒരടുപ്പവുമില്ല. മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകലം പാലിച്ച് ജീവിക്കുന്ന നീനുവിന്റെ സ്വകാര്യതയെ മാനിക്കുന്നതിനാൽ അവരെ സംബന്ധിച്ചോ വിവാഹവുമായി ബന്ധപ്പെട്ടോ ഉള്ള വിവരങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. എല്ലാവരിൽ നിന്നും അകന്ന് കേരളത്തിന് പുറത്ത് മറ്റൊരു നഗരത്തിൽ തന്റെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് ആ പെൺകുട്ടി. നീനുവിന് താല്പര്യമില്ലാത്ത കാലത്തോളം ആരും അവരുടെ ജീവിതം തിരഞ്ഞു പോകേണ്ടതുമില്ല. ജീവിതത്തിൽ താൻ നേരിട്ട ദുരനുഭവങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു നല്ല ഭാവി ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ സ്വന്തം കുടുംബത്തിൽ നിന്നുമുണ്ടായ ദുരനുഭവം വീണ്ടും മറ്റൊരു തരത്തിൽ അവൾക്കുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്ന കാര്യം ആരും മറക്കരുത്.